ആതിര ഇത്തവണ വോട്ട് ചെയ്യൂ? അതെന്താ ചേട്ടാ അങ്ങനെ ഒരു ചോദ്യം ചെയ്യാതിരിക്കാൻ എന്താ? വോട്ടുണ്ടോ? വോട്ടുണ്ട്. എത്ര വർഷമായിട്ട് വോട്ട് ചെയ്യുന്നു? എനിക്കിപ്പോ ഞാൻ എന്റെ ഫസ്റ്റ് ഇലക്ഷൻ കാണുന്നത് ലോക്സഭയായിരുന്നു. ആ ഒരു സമയത്ത് ആരായിരുന്നു സ്ഥാനാർത്ഥി? ഞങ്ങൾക്ക് കുന്നൽ സുരേഷ് ഉണ്ടായിരുന്നു, പിന്നെ അരുൺകുമാർ ഉണ്ടായിരുന്നു, സി അരുൺകുമാർ. പിന്നെ ബിജെപിക്ക് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു, ബൈജു കലാശാല എന്നൊരു കാൻഡിഡേറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം പിന്നെ ലോക്സഭയാണ് ആദ്യത്തെ വോട്ട്. അതെ, ലോക്സഭയായിരുന്നു. 18 വയസ്സിന്റെ പ്രായപൂർത്തിയായവരുടെ വോട്ട് അതിലാണോ നിങ്ങളുള്ളത്? അല്ല, എന്റെ 18 കഴിഞ്ഞിട്ട് അത് തെരഞ്ഞെടുപ്പ് അതായിരുന്നു. ആണല്ലേ? 2021 ലോക്സഭയായിരുന്നു. അതിനുശേഷമാണ് തദ്ദേശം വരുന്നത്. ആ ഒരു ടൈം. അപ്പൊ ഇത് മൂന്നാമത്തെ ഇലക്ഷൻ ആണോ? ഇതെന്റെ മൂന്നാമത്തെ ഇലക്ഷൻ. അപ്പോൾ നിങ്ങൾ ഈ പുതിയ തലമുറയ്ക്ക് ഇലക്ഷനൊക്കെ വളരെ താല്പര്യമുണ്ടോ? ഇലക്ഷൻ ഈ കാണുന്ന ഇത് ശരിക്കും ജനോത്സവമാണ്. ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു ഉത്സവമാണ്. ഈ ഉത്സവത്തെ കുറിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താ? അതിലെന്ത് ഇപ്പോ ശരിക്കും പറഞ്ഞ ഒരു 80s 70s ഒക്കെ ഒരു ധാരണ അനുസരിച്ച് 90s അതിനകത്ത് പെടും. അവരുടെ ഒരു ധാരണ അനുസരിച്ച് നമുക്ക് രാഷ്ട്രീയപരമായിട്ട് ഒരു സുഖം അറിയത്തില്ല എന്നൊരു ധാരണയുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. കൃത്യമായിട്ട് കൃത്യമായി പൊളിറ്റിക്സ് ഒക്കെ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ പൊളിറ്റിക്സ് നിരീക്ഷിക്കുന്ന ആൾക്കാരും ഉണ്ട്. പിന്നെ ഈ രാഷ്ട്രീയത്തിൽ താല്പര്യമില്ലാത്തവര്, നല്ല ഏജ് ഉള്ള ആൾക്കാരോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, എനിക്കിപ്പോ ഒരു പാർട്ടിയോടും താല്പര്യമൊന്നുമില്ല, ഞങ്ങൾക്ക് പാർട്ടിയൊന്നും ഇല്ല എന്ന് പറയുന്ന പ്രായമായ ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഇത് ഇത്തരം ഒരു ചിന്താഗതി എല്ലാവരിലും ഉണ്ട്. പിന്നീട് അത്രയങ്ങ് ടോൺ കെയർ മെന്റാലിറ്റി ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട് ഈ ഒരു ജനറേഷൻ അനുസരിച്ചിട്ട്. അങ്ങനെ ഓവറായിട്ട് അല്ലെങ്കിൽ വികാരതീതനായി സംസാരിക്കുക അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. നമുക്ക് പറയാനുള്ള ഫാക്ടർ പറയുക, ആ ഒരു രീതി മാത്രമേ ഞാൻ പൊതുവെ എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളൂ. താങ്കളുടെ കോളേജ് കാലത്ത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളൊക്കെ നിങ്ങൾ ഉണ്ടായിരുന്നു? രാഷ്ട്രീയ പാർട്ടികളിൽ ഞാൻ അങ്ങനെ രാഷ്ട്രീയ അതൊക്കെ ഉണ്ടല്ലോ, കോളേജിൽ അതെല്ലാം ഉണ്ടായിരുന്നു. ആഭിമുഖ്യം അല്ല, അങ്ങനെ പൊതുവേ രാഷ്ട്രീയത്തോട് ആഭിമുഖ്യം ഇല്ല. അല്ല, രാഷ്ട്രീയത്തിന് ആഭിമുഖ്യം ഇല്ലെന്നല്ല. ഇപ്പൊ നമുക്ക് ഈ കോളേജ് പൊളിറ്റിക്സ് ആണെങ്കിലും വിദ്യാലയ പൊളിറ്റിക്സിൽ നമ്മൾ അങ്ങനെ ഇൻവോൾവ് ആയിട്ടില്ല എന്ന് വിചാരിച്ച് രാഷ്ട്രീയമില്ലായ്മ എന്നർത്ഥമൊന്നുമില്ല. നമുക്ക് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. പിന്നെ അവിടുത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമുക്കിപ്പോ അവിടെ നിൽക്കാൻ തോന്നുന്നുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും പ്രവർത്തിക്കാതിരുന്നത് എന്ന് വിചാരിച്ച് എന്റെ ഉള്ളിൽ രാഷ്ട്രീയമില്ലാന്ന് അർത്ഥമില്ല. ഇപ്പോ പാർട്ടി ഗ്രാമങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ, പാർട്ടി ഗ്രാമങ്ങളിൽ പോലും ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട പങ്കെടുക്കാത്ത ഞാൻ അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. CPM പാർട്ടി ഗ്രാമങ്ങളില് വടകര, അങ്ങനെ ഈ പറയുന്ന തലശ്ശേരി, തളിപ്പറമ്പ് പോയിട്ടുണ്ട്. എല്ലായിടത്തേക്കും അങ്ങനെ പോയിട്ടില്ല. എല്ലാ ജില്ലകളിലും പോയിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് അത്യാവശ്യം കണ്ണൂർ മാത്രമേ ഉള്ളൂ പാർട്ടി ഗ്രാമം. അല്ല, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. പാർട്ടി ഗ്രാമം എന്ന് വിളിക്കപ്പെടാത്ത പാർട്ടിയുടെ ആഭിമുഖ്യമുള്ള സ്ഥലങ്ങൾ എല്ലാ ജില്ലകളിലും ഉണ്ട്. പാർട്ടി ഗ്രാമങ്ങൾ കണ്ണൂരിൽ മാത്രമാണ് ഉണ്ടായിരുന്നു. അപ്പൊ എല്ലായിടത്തും ഉണ്ട്. ചേട്ടാ, 1-2 ആൾക്കാരെങ്കിലും ഇപ്പോഴും കാണും. ഒരുപാട് ഈ കൂടുതൽ ശതമാനം ഇല്ലാത്തടത്താണ് നമ്മൾ പൊളിഞ്ഞു എന്നൊക്കെ പറയുന്നത്. എന്നാൽ എല്ലായിടത്തും ചെന്ന് കഴിഞ്ഞാലും ഈ പാർട്ടിയോട് ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ ഞങ്ങളുടെ ഗ്രാമത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ഈ പാർട്ടികളൊക്കെ മാറി മാറി വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും അടിസ്ഥാനപരമായി കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ പഴയ ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും നെഹ്റുവിന്റെ ഒക്കെ കോൺഗ്രസിൽ വിശ്വസിക്കുന്ന ഇപ്പോഴത്തെ നേതാക്കന്മാരുടെ പേരൊന്നും ആ ഒരു ഏജിലുള്ള ആൾക്കാർ ഇപ്പോഴും പറയുന്നു കേൾക്കാറില്ല. പൊതുവെ ഇപ്പോഴും അവരുടെയൊക്കെ ആ ഒരു നേതാക്കളുടെ പേര് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ അവർ പറയുന്നത്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ച് പൊളിറ്റിക്സ് നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഹിസ്റ്ററി പറയുന്നുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ പ്രീവിയസ് ആയിട്ടുള്ള പൊളിറ്റിക്സിനെ പറ്റി സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അതിൽ അങ്ങ് പൊളിറ്റിക്സിൽ ഇഷ്ടമില്ലായ്മ അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷെ പിന്നീട് ഒരു താല്പര്യക്കുറവ് തോന്നുന്നത് ചിലപ്പം നമ്മളുടെ നിലവിൽ നമ്മൾ കാണുന്ന പൊളിറ്റിക്സ് അനുസരിച്ച് ഇവരോട് എനിക്ക് വലിയ താല്പര്യമില്ല, ഇനി അപ്പുറത്ത് നോക്കി കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു താല്പര്യക്കുറവായിരിക്കും ജനറേഷൻ വൈസ് ഉണ്ടാവുന്നത്. അല്ലാതെ ഞങ്ങളുടെ ജനറേഷനിൽ അങ്ങനെ രാഷ്ട്രീയവാദം എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഒന്നും ഇല്ല. അത് ആരൊക്കെയോ മുദ്ര കുത്തി കൊടുത്തതാണ്. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ എനിക്കൊരു പൊളിറ്റിക്സ് ഒരു വശത്തോട് താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ അരാഷ്ട്രീയവാദിയാണെന്ന് മുദ്ര കുത്തുന്നത് അവരുടെ ഒരു പൊളിറ്റിക്സ് ആണ്. ഓക്കെ, ഇനി ഇവരെ അരാഷ്ട്രവാദിയാക്കാം, അതാണ് ഇവർ പറയുന്നൊന്നും നമ്മൾക്ക് ശ്രദ്ധിക്കണ്ടല്ലോ. അത് അങ്ങനെ ചിന്തിക്കുന്നതാണ്. ഈ അരാഷ്ട്രവാദിയെക്കാട്ടിലും ഇതിനകത്തിൽ ഒരു ചുക്കും അറിയാതെ നിൽക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ പേടിക്കേണ്ടത്. വെറുതെ ഞാൻ ഈ പാർട്ടിയിൽ ഉൾപ്പെടുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് ആ പാർട്ടിയെ പറ്റി ഒന്നും അറിയാത്ത ആൾക്കാരുണ്ടല്ലോ, അവരെയാണ് ശരിക്കും നമ്മൾ പേടിക്കേണ്ടത്. പ്രത്യേകിച്ച് ഒന്നും ഇല്ലാതെ ന്യൂട്രലായി നിൽക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്, നിഷ്പക്ഷരായി നിൽക്കുന്ന ഒരുപാട് ജനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. അതിനകത്തില് അവരുടെ ഉൾരാഷ്ട്രീയമൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും പാർട്ടിയോടൊക്കെ ഇഷ്ടമുള്ളതായിരിക്കും. അപ്പോൾ തിരികെ എന്നോട് ചോദിച്ചില്ല, താങ്കൾക്കൊക്കെ താങ്കളുടെ രാഷ്ട്രീയം താല്പര്യമാണോ എന്നോട് ചോദിച്ചില്ല. ചോദിക്കാതെ തന്നെ ഞാൻ പറയാം,
ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ പഠിക്കുന്ന സ്കൂളിൽ രാഷ്ട്രീയം ഇല്ലെങ്കിലും നമുക്ക് രാഷ്ട്രീയമുള്ള സ്കൂളിലെ സുഹൃത്തുക്കളുമായിട്ട് നമുക്ക് സൗഹൃദമുണ്ട്. അത് മാത്രമല്ല, നമ്മൾ പത്രം വായിക്കുന്നത് പത്രത്താളുകളിലൂടെയാണ് രാഷ്ട്രീയം നമ്മൾ പഠിക്കുന്നത് തന്നെ. എൻ്റെ ഈ ഏജ് വരെയും എനിക്ക് രാഷ്ട്രീയത്തോട് വളരെ താല്പര്യമുണ്ട്. പക്ഷേ ഈ രാഷ്ട്രീയത്തോട് താല്പര്യമുണ്ടെങ്കിലും അധികാര രാഷ്ട്രീയത്തെക്കാൾ ഉപരി ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അതിൻ്റെ ആ ഒരു രാഷ്ട്രീയ സംഘടനയും അവരുടെ പ്രത്യശാസ്ത്രത്തെയും അവരുടെ ചിന്തകളെയും അവരുടെ പഠനങ്ങളെയും, കോൺഗ്രസ് ആയാലും BJP ആയാലും അത് ഇനി RSS ആയാലും CPM ആയാലും അത് നോക്കുന്ന ഒരു സ്വഭാവം വളരെ ചുരുക്കം പേരിലെങ്കിലും ഞങ്ങളുടെ തലമുറയിലുണ്ട്. അല്ലോ, അത് ഈ കാലത്ത് കൊണ്ടുള്ള ഈ കാലത്തില്ലെന്നാണ് ഒരു പ്രത്യേകത. ഈ കാലത്ത് കൃത്യമായി ആശയങ്ങൾ പാലിക്കാത്ത ആൾക്കാരെ നമ്മൾ കൃത്യമായി തിരിച്ച് പറയാനുള്ള ഒരു ധൈര്യം കൂടി ഒരു ജനറേഷൻ ഉണ്ട്. പലപ്പോഴും ആ ഒരു അടിമത്തത്തിൽ പെട്ട് കിടക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് മുൻകാല രാഷ്ട്രീയ ആൾക്കാരാണ്. കാരണം അവര് ചിലപ്പോ ആ ഒരു പാർട്ടിയിൽ തന്നെ കിടന്ന്, അല്ലെങ്കിൽ അതിൽ ഇഷ്ടം കൊണ്ട് ഇപ്പൊ നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും പറയാൻ പറ്റാത്ത സാഹചര്യത്തിൽ കിടക്കുന്നത് ആ ഒരു ജനറേഷനാണ് ഇപ്പോഴത്തെ. അല്ല, അങ്ങനെ അടിമയായിട്ടൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയിലും എനിക്ക് തോന്നുന്നു ഒരു 60 വയസ്സിന്, അതായത് 50-ന് ശേഷം 60 വയസ്സ് വരെയുള്ളവർ ഇങ്ങനെ അടിമകളായിട്ടൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. 60 വയസ്സിന് ശേഷമാണെങ്കിലും അടുത്ത് മതിയാക്കി പോയ ഒരുപാട് പേരുണ്ട്. അപ്പോൾ എൻ്റെ സംശയം എന്ന് പറയുന്നത്, ഈ ഓരോ രാഷ്ട്രീയ പാർട്ടിയിലും ഈ വയസ്സായിട്ടുള്ള ആൾക്കാർ നേതൃപദവിയിൽ ഇരിക്കുന്നതിന്റെ കുറേയധികം ന്യൂനതകൾ നിങ്ങൾ ചെറുപ്പക്കാർ കണ്ടു. തീർച്ചയായും പുതിയ ആൾക്കാർ വരട്ടെ. കാരണം നമുക്ക് പണ്ടത്തെ ഒരു രീതിയല്ല ഇപ്പോ. കാരണം നമ്മൾ ഇപ്പോഴാണെങ്കിൽ പോലും നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുകയാണെങ്കിൽ അത് അപ്കമിങ് ജനറേഷനെയും കൂടെ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ എനിക്കൊരു 60+ ഏജ് ആയി. ഞാൻ എൻ്റെ ജനറേഷനിൽ ഞാൻ വളർന്നു വന്ന കാലഘട്ടം അനുസരിച്ചായിരിക്കും ഞാൻ ചിന്തിക്കുന്നത്. ഇപ്പൊ ഞാൻ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരുന്നാൽ പോലും ഞാൻ മാറി പുതിയ ഒരു ചിന്താഗതികളിലേക്ക് പോകണമെങ്കിൽ ഞാൻ സ്ഥാനം മാറി കൊടുത്തേ പറ്റുള്ളൂ. അല്ലാതെ ഞാൻ 60, 70, 80 വയസ്സുകളിൽ ഇതേ സ്ഥാനം എനിക്ക് വേണമെന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ എന്റെ ചോദ്യം, ഈ 80 കഴിഞ്ഞ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കേണ്ടതിന്റെ ആവശ്യമുണ്ടോ? എന്തിന്? അതുപോലെ ഈ ശശീന്ദ്രൻ എന്ന് പറയുന്ന മന്ത്രി മത്സരിക്കുന്നുണ്ട്, അതും മത്സരിക്കേണ്ട ആവശ്യമില്ല. ഇത് ഈ ഒരു ഇത് വരുമ്പോ ഇതൊക്കെ പാർട്ടിയുടെ തീരുമാനങ്ങൾ അല്ല. എന്നാലും യുവത അതിനെ എങ്ങനെ കാണും? ജനറേഷൻസ് അനുസരിച്ച് ഇപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിൽ പോലും ട്രെൻഡിങ് ആവുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് കുറച്ച് ഏജ് കുറഞ്ഞിട്ടുള്ള പ്രധാനമന്ത്രി, അല്ലെങ്കിൽ ആ ഒരു അവിടുത്തെ വുമൻ ചീഫ് മിനിസ്റ്റേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ നോർവേ, നെതർലാൻഡ്സ്, ഇതൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആവുന്നതിന് കാരണം എന്ന് പറഞ്ഞാല് അവിടുത്തെ ഏജ് ആയിരിക്കും. ഏറ്റവും ഏജ് കുറഞ്ഞ ആൾക്കാർ അവര് മുൻനിരയിലേക്ക് വരുമ്പോൾ പുതിയ ആശയങ്ങൾ നടപ്പിലാക്കും. പിന്നെ ഒരേ ജനറേഷൻ അല്ലെങ്കിൽ ഒരേ പാറ്റേൺ ഓഫ് സാധനങ്ങൾ തന്നെ വരുന്നതിനെക്കാട്ടിലും കുറെ കൂടെ ബെറ്റർ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ രാഷ്ട്രീയത്തിൽ 60-ന് 70 ഒക്കെ രാഷ്ട്രീയത്തിൽ ഒരിക്കലും 70 വരെയും രാഷ്ട്രീയത്തിൽ വാർദ്ധക്യമല്ല, ചെറുപ്പമാണ്. ഈ 80 കഴിഞ്ഞവരൊക്കെ എന്തിനീ രാഷ്ട്രീയത്തിൽ? രാഷ്ട്രീയ ജീവിതം ഒരാളുടെയും രാഷ്ട്രീയ ജീവിതം ഒന്നും അവസാനിക്കുന്നില്ല. പക്ഷെ ഒരു സ്ഥാനത്ത് ഇരിക്കുക, അല്ലെങ്കിൽ വീണ്ടും ഭരണാധികാരി എന്ന സ്ഥാനത്തേക്ക് കൊണ്ടുവെക്കേണ്ട ആവശ്യമില്ല എന്നൊരു നിലപാടാണ്. ഇപ്പൊ എനിക്ക് ചേട്ടൻ ഇപ്പൊ കാണുന്ന ഇപ്പൊ ഒരു രാഷ്ട്രീയ വിഷയം മുന്നിൽ കാണുകയാണ്. അതിൽ ചേട്ടന്റെ എക്സ്പീരിയൻസ് ഒരു ഫാക്ടർ അല്ലാന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ എക്സ്പീരിയൻസിന്റെ അപ്പുറത്തേക്കും ഒരു വിഷയത്തെ നമുക്ക് എങ്ങനെ കാണാൻ സാധിക്കുന്നു, എങ്ങനെ കാണാൻ സാധിക്കുന്നു. എന്റെ മുന്നിലേക്ക് ഇപ്പൊ എന്റെ മുന്നിൽ ഒരു ജീവിതം ഞാൻ കാണുകയാണ്, ചേട്ടനും കാണുന്നുണ്ട്. നമ്മൾ രണ്ടുപേരും കാണുന്നത് വ്യത്യസ്ത രീതിയിലായിരിക്കും. അതേപോലെ എനിക്കതിനെ എങ്ങനെ ആ ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് എന്റെ ഒരു പെർസ്പെക്റ്റീവ് അനുസരിച്ചായിരിക്കും ഞാൻ അതിൽ ഇടപെടുക. ചേട്ടൻ്റെതായിട്ടുള്ള മറ്റൊരു പെർസ്പെക്റ്റീവ് അനുസരിച്ചായിരിക്കും ഇടപെടുന്നത്. അപ്പോൾ അതിൽ ഏതാണോ ബെറ്റർ ആയിട്ടുള്ളത്, ആരുടെ തീരുമാനമാണോ നല്ലത്, അതനുസരിച്ച് വേണം ഓരോരുത്തരെ ഓരോ സ്ഥാനത്തേക്ക് ഇരുത്താൻ. ചില വിഷയങ്ങൾ വൈകാരികത വേണ്ടാത്തതാണെങ്കിൽ വേണ്ടാതെ തന്നെ വെക്കേണ്ടിയിരിക്കുന്നു. അല്ലാതെ ഞാൻ ഇങ്ങനെയാണ്, എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്, അങ്ങനെ കർക്കശം പിടിക്കേണ്ട ആവശ്യമില്ല. അതിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത് നമ്മുടെ ഈ ക്വാളിറ്റി അനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ടാലന്റ് അനുസരിച്ച് തന്നെ അതിലേക്ക് വരും. എനിക്കൊരു നേതൃസ്ഥാനം നയിക്കാനുള്ള അല്ലെങ്കിൽ അതിനുള്ളൊരു കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ പ്രായത്തെ ചൊല്ലി മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. കാരണം അതങ്ങനെയാണ്. അതൊരു പിടിവാശിയായിട്ടൊക്കെ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നുവെച്ചാൽ നിങ്ങൾ രാഷ്ട്രീയ ജീവിതം ഉപേക്ഷിക്കണമെന്നൊന്നും അല്ല പറയുന്നത്. നിങ്ങൾക്ക് ഉപദേഷ്ടാവുന്ന പദവിയിലൊക്കെ ഇരിക്കാമല്ലോ. അതിന്റെ അപ്പുറത്തേക്ക് ഞാനേ ഇവിടെ ഇരിക്കുള്ളൂ എന്നൊക്കെ നിലപാട് സ്വീകരിക്കുന്നതിനോടാണ് എതിർപ്പുള്ളത്. ഒരുപക്ഷെ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലാതെ ഏതെങ്കിലും യങ്സ്റ്റേഴ്സ് ആയിരുന്നു ഇരുന്നതെങ്കിൽ ഇത്രയധികം ആ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ ഈ വിരോധം ഒന്നും ആർക്കും ഉണ്ടാവില്ലായിരുന്നു.
അതിന്റെ പ്രത്യേകം പ്രായത്തിൻ്റെതായ കുറേയധികം പ്രശ്നങ്ങളാണ് ഈ ഭരണത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കുറെ കർക്കശങ്ങൾ, കുറെ ദേഷ്യങ്ങൾ. എന്തിനാണ് അത്ര ദേഷ്യപ്പെടുന്നത്? അതെ, എന്തിനാണ് അത്ര ദേഷ്യപ്പെടുന്നത്? അതിന്റെ അപ്പുറത്തേക്കും ഇപ്പോ അവരുടെ ആ ഒരു 80 വയസ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാലം അയാൾ ഈ പൊളിറ്റിക്സ്, കേരള പൊളിറ്റിക്സ് കണ്ട ഒരാളാണ്. നമ്മൾ ഈ പറയുന്ന പിന്നെ ബാല്യം, അതായത് ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, പിന്നീട് അത് വാർദ്ധക്യത്തിലേക്ക് മാറുന്നു. വാർദ്ധക്യമാകുമ്പോൾ വീണ്ടും പഴയ ആ ചക്രത്തിലേക്ക് പോകും എന്നാ പറയുന്നത്, ബാല്യത്തിലേക്ക് പോകും എന്നാ പറയുന്നത്. അപ്പൊ 80 കഴിഞ്ഞവരുടെ പല ചേഷ്ടകളും ഒരു ബാല്യത്തിന്റെ ചേഷ്ടകളാണ്. ഇദ്ദേഹത്തിന്റെ കൗമാരകാലമായിരുന്ന സമയമാണോ ഇപ്പൊ ഉള്ളത്? അല്ല, ഞാൻ ചോദിക്കുന്നത് അതൊരു റൊട്ടീൻ നമ്മളിങ്ങനെ പറയും. അത് ബാല്യം, ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. ഇത് പിന്നെയും ചക്രം തിരിഞ്ഞ് വീണ്ടും ബാല്യത്തിലേക്ക്. അപ്പൊ ഈ 80 കഴിഞ്ഞവർക്ക് ശരിക്കും ബാല്യത്തിലാണ്, ഒരു ബാലന്റെ സ്വഭാവമാണ്. ഓഫ് കോഴ്സ് ആ ബാല്യത്തിലായിരിക്കും. അതേപോലെ തന്നെ അതുകൊണ്ടായിരിക്കും ഈ കാറ്റഗറി ഓഫ് ടൈമിലെ പ്രശ്നങ്ങളാണോ നിലവിൽ ഇപ്പം നടക്കുന്നത്? ഒരിക്കലും അല്ല. ഇപ്പോ അന്നുണ്ടായിരുന്ന പ്രശ്നങ്ങളെക്കാട്ടിലും അന്ന് ഈ മദ്യനിരോധനമൊക്കെ ആയിരുന്നു പ്രധാന വിഷയമായി. എനിക്ക് ഓർമ്മയുണ്ട് അന്നത്തെ സ്റ്റോറികളിലെല്ലാം ഈ വീടുകളിലെ പ്രധാന വിഷയം എന്ന് പറയുന്നത് ഈ പട്ടിണി ഉണ്ടാവും, ദാരിദ്ര്യം ഉണ്ടാവും, അതിന്റെ അപ്പുറത്തേക്കും കിട്ടുന്ന കാശ് വെള്ളമടിച്ച് നശിപ്പിക്കുന്ന കുടുംബം. അതായിരുന്നു മെയിൻ പ്രശ്നം, കടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഇപ്പൊ അല്ല. ഇപ്പൊ അന്നത്തെ കടത്തിനെക്കാട്ടിൽ ഇപ്പൊ കടമൊക്കെ ഉണ്ടാവുന്നത് നമ്മള് ഈ ഫോണിൽ വഴിയൊക്കെ ലോണൊക്കെ എടുത്ത് അങ്ങനെ എത്രയോ ആൾക്കാർ മരണം സംഭവിക്കുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. പിന്നീട് പബ്ജി കളിച്ച് മരിക്കുന്നുണ്ട്, ഫ്രീ ഫയർ കളിച്ചിട്ട് അങ്ങനെ. ഇതൊക്കെ പുതിയ ഗെയിംസ് ആണ്. ഗെയിമിംഗ് ആപ്പുകളിൽ പെട്ട് മരിക്കുന്ന ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് ഡ്രഗ്സ്, അങ്ങനെ ഒരുപാട് പുതിയ പുതിയ ക്രൈസിസ് നമ്മൾ ഈ പറയുന്ന പോലെ വിഷയത്തിലേക്ക് തന്നെ നമ്മൾ തിരികെ എത്തുകയാണ്. അപ്പോൾ ഈ വരുന്ന പുതിയ തലമുറയ്ക്ക് രാഷ്ട്രീയം ഇഷ്ടമാണോ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ ആതിര പറയുന്നു ഇഷ്ടമാണ് എന്നുള്ളത്. എല്ലാവരും നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലരുടെ എന്റെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വെച്ചാൽ അവർക്ക് യാതൊരു താല്പര്യവുമില്ല. ഇപ്പം നിങ്ങളുടെയൊക്കെ അതേ പ്രായമാണ് എൻ്റെ മക്കൾക്കുള്ളത്. അവർക്കൊന്നും തന്നെ യാതൊരു താല്പര്യവുമില്ല. അതുപോലെ ഇവിടെ കുട്ടികൾ പലതും ഇവരുടെ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നമുക്കിവിടെ ജോലിയുടെ സാധ്യതകൾ തീരെ ഇല്ലാതെ എല്ലാ കുട്ടികളും പഠിക്കാനായി എബ്രോഡൊക്കെ പോകുന്നു. പണ്ടൊക്കെ എബ്രോഡ് പോയി പഠിക്കുന്നത് ഒരു വീട്ടിൽ വളരെ ചുരുക്കം വരെയായിരുന്നു. ഇപ്പം ഏതാണ്ട് എല്ലാ വീടുകളിലും ഒരാളെങ്കിലും പുറത്തു നിന്ന് പഠിക്കുന്ന ഒരു പുതുമയല്ലാതായി തീർന്നിട്ടുണ്ട്. അതിന്റെ കാരണം തന്നെ ഈ വയസ്സൻ പട ഇവിടെ നയിച്ച് അത് ലോകത്തെ തന്നെ വയസ്സൻ പടയാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. മുന്നും പിന്നും നോക്കാതെയുള്ള വയസ്സൻ പടയുടെ ഈ നയിക്കൽ ഒരു പരിധിവരെ നമുക്ക് ദോഷകരമായി തീരുന്നു എന്ന് നമ്മൾ കുറച്ച് അപ്ഡേറ്റഡ് ആയിരിക്കണം. ഇതിപ്പോ അവർക്ക് പുതിയതായി ഞാൻ പറയുന്ന ലോകത്തിന്റെയും കൂടെ കാര്യമാണ്. ഞാൻ അത് പറയാതെ പറയുകയാണ്, നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പൊ ശരിക്കും ഈ വയസ്സൻ പട ഒന്ന് മാറി നിൽക്കേണ്ടതല്ലേ? ഇപ്പൊ കേരള രാഷ്ട്രീയത്തിൽ തന്നെ വയസ്സൻ പട മാറേണ്ടതല്ലേ? ഇപ്പൊ നമ്മുടെ വീട്ടുകളിലൊക്കെ തന്നെ ആണെങ്കിൽ തന്നെ ഒരു ഏജ് ആയി കഴിഞ്ഞു കഴിഞ്ഞാല് മക്കളെ സംരക്ഷിക്കും, അച്ഛനെയും അമ്മയും മക്കളെ സംരക്ഷിക്കുന്ന വീടുകളുണ്ട്. നമ്മള് പൊതുവെ ഒരു റിട്ടയർമെന്റ് ലൈഫ് എന്ന് പറയുന്നത് ഇത്രയധികം ബഹളങ്ങളൊന്നും ഇല്ലാതെ ഒഴിഞ്ഞുള്ളൊരു ജീവിതം അതാണ് ഉദ്ദേശിക്കുന്നത്. ശരിക്കും ഇവരൊക്കെ തന്നെ ഈ രാഷ്ട്രീയത്തിലെ ഈ പുകലുകളൊക്കെ കാണിക്കാവുന്നത് എല്ലാം കാണിച്ചു. തനിക്കിത് മതിയാക്കി എന്ന് പറഞ്ഞ് പോയിരുന്നെങ്കിൽ ഇന്ന് ഈ കാണുന്ന പുകലുകൾക്കൊക്കെ ഒരു പരിധി വരെ ഒരു പരിസമാപ്തി. കുറേ അധികം ഈ യങ്സ്റ്റേഴ്സ് പുറത്തേക്ക് പോകേണ്ട ആവശ്യമൊന്നും വരത്തില്ലായിരുന്നു. തീർച്ചയായിട്ടും ഒരുപാട് പേര് ഇഷ്ടമുണ്ടായിട്ട് പോയിട്ടുള്ള കുട്ടികളല്ല. കാര്യം അവർക്ക് അവിടെ പോയി നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. കാര്യം അവർക്ക് പഠിത്തത്തിന് വേണ്ട കാശ് അവർ വേറെ ജോലിയും പുറംപണി ചെയ്തിട്ടും കാശുണ്ടാക്കി പഠിക്കുന്ന കുട്ടികൾ തന്നെ ഉണ്ട്. കാര്യം സത്യത്തിൽ അവരുടെ അച്ഛനമ്മമാർക്ക് അങ്ങനെയല്ല അവരെയൊക്കെ ഇവിടെ ശരിക്കും വളർത്തുന്നതും കൊണ്ടുപോകുന്നത്. അതിന്റെ കാരണമൊക്കെ ഈ വാർദ്ധക്യം ബാധിച്ച കുറെ തലനരച്ച ബുദ്ധി മരവിച്ച കുറെ നേതൃത്വം എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉണ്ട്. അത് തന്നെയാണ് കാരണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്താണ് അതിൽ താങ്കളുടെ അഭിപ്രായം? ആയിരിക്കാം, പല റീസൺസ് ആയിരിക്കാമെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു. അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഞാൻ എത്രയോ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. എനിക്കറിയാവുന്ന ചേട്ടന്റെ ജനറേഷൻ എന്നാണ് പറയുന്നത്. എന്റെ ജനറേഷനിൽ ഞാൻ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പുറത്തേക്ക് പോയി സെറ്റിൽ ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടു പോകുന്ന ആൾക്കാരെ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ആയിരിക്കാമെന്ന് പറയുന്നത്. അല്ലാതെ ഇവിടുത്തെ പൊളിറ്റിക്സ് ആണെങ്കിലും ഇവിടുത്തെ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് മാത്രമൊന്നുമല്ല. ഇപ്പോ പഠിക്കാൻ പോകുന്ന ആൾക്കാരുണ്ട്, അല്ലാതെ ജോലിയുമായി ബന്ധപ്പെട്ട് എനിക്ക് പുറത്ത് യൂറോപ്യൻ കൾച്ചറാണ് ഇഷ്ടപ്പെട്ട് പോകുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. യൂറോപ്യൻ സിറ്റിസൺ എടുത്തു പോകാൻ അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ എന്റെ ജനറേഷനിൽ കണ്ടിട്ടുള്ളത് കൊണ്ട് അതിനകത്ത് ചിലരൊക്കെ ഇത്തരം പ്രശ്നങ്ങളെ പെട്ടു പോകുന്നുണ്ട്. ചിലരൊക്കെ ഇവിടുത്തെ വേജ് ഈ അത്രയധികം ശമ്പളം സാലറി ഇല്ലായ്മ കൊണ്ട് പോകുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അപ്പൊ വിവിധ പ്രശ്നങ്ങളുണ്ട്. അത് നമ്മുടെ ഗവൺമെന്റ് ഒരു സിസ്റ്റത്തിന്റെ പ്രശ്നം കൊണ്ട് മാത്രമല്ല, ചിലർ ഇഷ്ടം കൊണ്ട് പോകുന്നുണ്ട്. പിന്നെ കുറെയൊക്കെ സിസ്റ്റത്തിന്റെയും പ്രശ്നമാണ്. അത് നമുക്ക് ഇവരെ മാറ്റി നിർത്തിയത് കൊണ്ട് അവസാനിക്കും. ഏതായാലും റിട്ടയർമെന്റ് ആകേണ്ട ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തകർ ഇപ്പോഴും ഇപ്പം നമ്മൾ കടന്നപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങി നിരവധി പേരുകൾ ആ പേരുകളൊന്നും എല്ലാം തന്നെ പറയാനായിട്ട് നമുക്ക് സമയലഭ്യത ഇല്ലാത്തതുകൊണ്ടും പറഞ്ഞാൽ ചിലപ്പോൾ ചർച്ച നീണ്ടുപോകാൻ ഇടയുള്ളത് കൊണ്ട് ഞാൻ പറയുന്നില്ല. ഏതായാലും റിട്ടയർമെന്റിലേക്ക് പോകേണ്ടവർ ഇപ്പോഴും പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ പൊളിട്രിക്സ് ആണ്, മൊത്തത്തിൽ ട്രിക്സ് ആണ്.
ആ ട്രിക്സിൽ ഇങ്ങനെ നിൽക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ വിഷയം. യുവത രാഷ്ട്രീയം ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഏതാണ്ട് ഒരു 70% ഇഷ്ടമല്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് 70%, 170%നും യുവതലമുറയ്ക്ക് ഇഷ്ടമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് കോളേജ് രാഷ്ട്രീയം തന്നെ ഇപ്പോൾ അത്ര കണ്ട് പ്രസക്തമല്ലാതെ പോകുന്നത്. ഏതായാലും ഈ രാഷ്ട്രീയം ഇപ്പോൾ ഈ ജനോത്സവം, ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു ജനോത്സവമാണ്. ഈ ജനോത്സവം നിങ്ങളും അതിൽ ഭാഗവാക്കാകുമോ അല്ലെങ്കിൽ ആകുന്നോ എന്ന് ഞാൻ എൻ്റെ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിച്ചതാണ്.